ഒരു അൺഹെൽത്തി അല്ലാത്ത അത്യാവശ്യം ഒരു ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു 7-8 മഷ്റൂം വേണം. ഇതേപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇനി ഒരു പാനിലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു മഷ്റൂം ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം ഞങ്ങളുടെ വെന്ത് വന്നാൽ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി അതേ പാനിലോട്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ ചീരൻ്റെ ഇല ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ പാലക്കിൻ്റെ ഇലയില്ലേ അതാട്ടിട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് വലുതും ഒരുപാട് ചെറുതല്ലാത്ത കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അതും ജസ്റ്റ് നമ്മൾ വഴറ്റിയിട്ട് അതും അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബീട്രൂട്ട് വേണം. ഇനി ബീട്രൂട്ട് ഇല്ലെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിട്ടാ. അത് നമ്മുടെ ആ ഒരു ഗ്രേറ്റർ ഇല്ല അതിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മഷ്റൂമൊക്കെ വഴറ്റിയ പാത്രമില്ലേ അതിൻ്റെ അകത്തേക്ക് ഇനി എണ്ണൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. താഴത്ത് ബേസ് ആയിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേലൊക്കെ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 3 കോഴിമുട്ടകൾക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഞങ്ങളുടെ അടച്ച് വെക്കണം കേട്ടോ. മുട്ട അവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് വേവട്ടെ. നമ്മളുടെ കോഴിമുട്ട ഒരു 3/4 വെന്തിട്ടില്ലേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇലയും അതേപോലെ തന്നെ ആ മഷ്റൂം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു എക്സ്ട്രാ